നാടിനും സഹജീവികൾക്കും കൈത്താങ്ങായി കരുതലായി സിഡ്ബി CSR ആക്ടിവിറ്റീസ്. തൃശ്ശിവപേരൂരിന്റെ സ്വന്തം ബിൽഡറായ സിഡ്ബി നിരന്തരം നിർവഹിച്ചു പോരുന്ന സാമൂഹിക പ്രതിബദ്ധതയുള്ള പ്രവർത്തനങ്ങൾ എടുത്തു പറയേണ്ടതാണ്. ഓരോ പ്രോജക്റ്റും പൂർത്തിയാകുമ്പോൾ അർഹരായ ഭവനരഹിതർക്ക് ഒരു വീട് സിഡ്ബി നിർമ്മിച്ചു നൽകുന്നു. അതിലൊന്നാണ് ചേർപ്പ് സാന്ത്വനം സഹായവേദി മുഖേന തെരഞ്ഞെടുക്കപ്പെട്ട ദളിത് കുടുംബത്തിന്റേത്. റൂറൽ SP ശ്രീ യതീഷ് ചന്ദ്ര തറക്കല്ലിടുകയും വെറും 89 ദിവസങ്ങൾ കൊണ്ട് പൂർത്തിയാക്കുകയും ചെയ്ത വീടിന്റെ താക്കോൽദാനം അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന പ്രൊഫസർ C. രവീന്ദ്രനാഥ് നിർവഹിക്കുകയും ശ്രീ യതീഷ് ചന്ദ്രയടക്കം നിരവധി പേർ വീട് സന്ദർശിക്കാനുമിടയായി. ലക്ഷം വീട് കോളനിയുടെ പുനരുദ്ധാരണത്തിന്റെ ഭാഗമായി സിഡ്ബി ഉൾപ്പെടുന്ന ബിൽഡേഴ്സിന്റെ കൂട്ടായ്മയായ ക്രെഡായ് കേരള ചാപ്റ്റർ ഭവനരഹിതർക്കായി ആർദ്രം എന്ന പേരിൽ തൃശൂർ കാട്ടക്കാമ്പൽ പഞ്ചായത്തിൽ സിഡ്ബിയുടെ നേതൃത്വത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ 26 ഭവനങ്ങളുടെ കൈമാറ്റം 2021 ഫെബ്രുവരി 20 അന്നത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ AC മൊയ്തീൻ നിർവഹിച്ചിരുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പുറമെ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് സിഡ്ബി നടത്തിവരുന്ന പ്രവർത്തനങ്ങളിൽ ഒന്നാണ് തൃശൂർ കരുവന്നൂരിൽ പ്രവർത്തിച്ചുവരുന്ന DMLP സ്കൂൾ അഥവാ ഇന്നത്തെ വിങ്സ് സ്കൂൾ. ഭൂരിഭാഗവും BPL വിഭാഗത്തിൽപ്പെടുന്ന രക്ഷിതാക്കളുടെ കുട്ടികളടക്കം എല്ലാ കുട്ടികൾക്കും സൗജന്യമായി ഉന്നത തരത്തിലുള്ള വിദ്യാഭ്യാസം വിങ്സ് സ്കൂൾ നൽകി വരുന്നു. 1924 പ്രവർത്തനം ആരംഭിച്ച ഈ സർക്കാർ എയ്ഡഡ് LP സ്കൂൾ പിന്നീട് സ്വാശ്രയ വിദ്യാഭ്യാസ മേഖലയിൽ വന്ന വളർച്ച സർക്കാർ എയ്ഡഡ് സ്കൂളുകളെ പ്രതികൂലമായി ബാധിച്ചതിന്റെ ഫലമായി 2015-2016 അധ്യയന വർഷമായപ്പോഴേക്കും 4 ക്ലാസുകളിലും ചേർന്ന് ആകെ 24 കുട്ടികൾ എന്ന നിലയിലേക്ക് ചുരുങ്ങിയിരുന്നു. എന്നാൽ സിഡ്ബി ഏറ്റെടുത്ത് 7 വർഷങ്ങൾക്കിപ്പുറം ആകെ 300 കുട്ടികളുമായി എല്ലാ ക്ലാസുകളും സ്മാർട്ട് ക്ലാസുകളായി സ്മാർട്ട് സ്കൂൾ എന്ന നിലയിൽ പ്രവർത്തിക്കുന്നു. വിദ്യാഭ്യാസ മികവിന്റെ ഭാഗമായി നാളിതുവരെ വിങ്സ് സ്കൂളിനെ തേടി വന്ന അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും ഏറെയാണ്. സർക്കാരിന്റെ ഭാഗത്തു നിന്നും ലഭിച്ച അംഗീകാരങ്ങൾക്ക് പുറമെ 2022 KV അബ്ദുൾ അസീസ് അനുസ്മരണ വേദി ആരോഗ്യ വിഭാഗത്തിൽ മുൻ ആരോഗ്യവകുപ്പ് മന്ത്രി ശൈലജ ടീച്ചർക്ക് പുരസ്കാരം നൽകിയപ്പോൾ വിദ്യാഭ്യാസ വിഭാഗത്തിൽ മികച്ച വിദ്യാഭ്യാസ മേഖലയിലുള്ള പ്രവർത്തനത്തിന് വിങ്സ് സ്കൂൾ അർഹമായി. DMLP സ്കൂളിന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തുന്ന 100 കർമ്മ പദ്ധതിയുടെ ഭാഗമായി നടത്തിയ അധ്യാപക ദിനാചരണത്തിൽ ബഹുമാനപ്പെട്ട തൃശൂർ ജില്ലാ കളക്ടർ ശ്രീ VR കൃഷ്ണതേജയുടെ സാന്നിധ്യത്തിൽ 40 മുതിർന്ന അധ്യാപകരെ ആദരിക്കുന്നതിനോടൊപ്പം സ്കൂളിനെ മികവിന്റെ കേന്ദ്രമാക്കി മാറ്റിത്തീർത്തതിന്റെ ഭാഗമായി സ്കൂൾ മാനേജറായ ശ്രീ അബ്ദുൾ ലത്തീഫിന് കൈവന്ന KV അബ്ദുൾ അസീസ് പുരസ്കാര തുകയായ 50,000 രൂപ കോവിഡ് മഹാമാരിയിൽ രക്ഷിതാക്കളെ നഷ്ടപ്പെട്ട കുട്ടികളുടെ ഉന്നത പഠനത്തിനായി ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ നടത്തുന്ന ധനസമാഹരണ പദ്ധതിയിലേക്ക് കൈമാറുവാനും കഴിഞ്ഞു. തൃശൂർ ജില്ലയിൽ 609 കുട്ടികൾക്കാണ് കോവിഡ് സമയത്ത് രക്ഷകർത്താക്കൾ നഷ്ടപ്പെട്ടത്. എൻ്റെ ഒരു മെയിൻ പ്രയോറിറ്റി ആയിരുന്നു ഈ 609 കുട്ടികൾക്കും സഹായം ചെയ്യും. 10 കുട്ടികൾക്ക് സഹായം ചെയ്തത് അങ്ങയുടെ സ്കൂൾ മാനേജറായ ശ്രീ അബ്ദുൾ ലത്തീഫാണ്. ഈ ഒരു വേദിയിൽ എല്ലാവരുടെ സമക്ഷത്തിൽ ഞാൻ അദ്ദേഹത്തിന് നന്ദി അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. സ്കൂളിന്റെ ശതമഹോത്സവത്തിലെ മറ്റൊരു കർമ്മ പദ്ധതിയായി ഡോക്ടേഴ്സ് ദിനത്തിൽ നമ്മുടെ വേദനകൾ ഇല്ലായ്മ ചെയ്ത് നാം എല്ലാവരെയും കരുതലോടെ കാക്കുന്ന ഡോക്ടേഴ്സ് സമൂഹത്തെ ആദരിക്കുന്നതിന്റെ ഭാഗമായി തിരഞ്ഞെടുത്ത 15 ഡോക്ടേഴ്സിനെ ആദരിച്ച ചടങ്ങും ശ്രദ്ധേയമാണ്. 2018 ഓഗസ്റ്റ് മാസം കേരളത്തെ തകർത്തെറിഞ്ഞ സമാനതകളില്ലാത്ത ദുരന്തമായ മഹാപ്രളയത്തിൽ വീടുകൾ പൂർണ്ണമായും നഷ്ടപ്പെട്ട വിങ്സ് സ്കൂളിലെ 2 കുട്ടികൾക്ക് വേണ്ടി നിർമ്മിച്ചു കൊടുത്ത വീടുകൾ, കുഞ്ഞു കുരുന്നുകൾക്കായി തൃശൂർ ചേർപ്പ് പഞ്ചായത്തിലെ 12ാം വാർഡിൽ നിർമ്മിച്ചു നൽകിയ അതിമനോഹരമായ അങ്കണവാടി കെട്ടിടം എന്നിങ്ങനെ നല്ലൊരു നാളേക്കായി നല്ലൊരു നാട് കെട്ടിപ്പടുക്കുന്നതിനായി സിഡ്ബി നൽകി വരുന്ന സംഭാവനകൾ ഏറെയാണ്. ഇത്തരത്തിൽ വിവിധ മേഖലകളിൽ വളർച്ചയുടെ നാഴികക്കല്ലുകൾ പിന്നിടുന്നതിനോടൊപ്പം സമൂഹത്തിൽ അവശത അനുഭവിക്കുന്ന നിരവധി നിരാലംബർക്ക് സാന്ത്വനവുമേകിക്കൊണ്ട് ISO സർട്ടിഫൈഡ് സ്ഥാപനമായ സിഡ്ബി ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ച് മുന്നേറുന്നു. സിഡ്ബി, തൃശൂരിന്റെ സ്വന്തം ബിൽഡർ.